ഒന്നര ദിവസങ്ങളിലാണല്ലോ ഇപ്പോൾ മക്കൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കിച്ചുവിന് എക്സാം ഉണ്ട്, സച്ചുവിന് എക്സാം ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ 6:30 ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പോൾ എഴുന്നേറ്റ് ഫ്രണ്ടിൽ ഡോറൊക്കെ വന്നപ്പോൾ നല്ലൊരു കാലാവസ്ഥ കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ എൻ്റെ ക്ലീനിങ്ങിലേക്ക് നിന്ന് കേട്ടോ. ഇപ്പോൾ മക്കൾ വീട്ടിലുള്ളതുകൊണ്ട് ക്ലീനിങ് നേരത്തെ തീർക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഈ അടിച്ച് വരുന്നതിൻ്റെ തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. എന്താ വേണ്ടാന്ന് പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. അപ്പോൾ ക്ലീനിങ് പെട്ടെന്ന് തന്നെ തീർത്തെടുക്കട്ടെ അവർ എണീക്കുന്നതിന് മുന്നേ. പിന്നെ ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ. പിന്നെ കിച്ചു മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ, സച്ചു അമ്പാടി എഴുന്നേറ്റില്ല. കിച്ചു വായിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ റൂമിൽ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് രാവിലെ തന്നെ കുളിക്കാൻ. കാരണം ഇന്ന് തൊട്ട് നമുക്ക് നോൽമ്പ് തുടങ്ങണം കേട്ടോ. അപ്പോൾ ഇതെന്താ ഈ ഒരു മാസം നോൽമ്പ് എന്നല്ലേ. നമുക്ക് എൻ്റെ വീട്ടിൽ തറവാട്ട് അമ്പലത്തിൽ 2 ദിവസത്തെ പൂജയും ഉത്സവവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 10ഉം 11ഉം ആട്ടോ പരിപാടി വരുന്നത്. അപ്പോൾ അതിനൊരു 14 ദിവസം നോൽമ്പ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നോൽമ്പ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് മുതൽ വെറും പച്ചക്കറി മാത്രമേ ഇവിടെ ഉണ്ടാവുക. പിന്നെ പെട്ടെന്ന് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ട് ചോറിന് വെള്ളം വെച്ചു, ഗ്രീൻ പീസ് കുക്കറിൽ വെച്ച്. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഒട്ടുമിക്ക വീടുകളുടെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു കലക്കി ദോശയായിരിക്കും കേട്ടോ. നീർദോശ എന്ന് പറയും, നമ്മളിവിടെ കലക്കി ദോശ എന്ന് പറയും. അപ്പോൾ ഞാൻ ആ ദോശയും ഗ്രീൻ പീസ് കറി കഴിയും. അപ്പോൾ അമ്പാടി എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കിച്ചുവിന് അമ്പാടിക്കുന്നതിന് ഞാൻ പെട്ടെന്ന് ചായ കൊടുത്തു. സച്ചുട്ടിനെ എണീറ്റിട്ടില്ല. സച്ചുട്ടിന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണം അവൻ നല്ല ഓർക്കണം. അല്ലെങ്കിൽ അവനാണ് രാവിലെ എണീക്കാൻ കുറച്ച് മടിയുള്ള ഒരാൾ കേട്ടോ. പിന്നെ കിച്ചു പെട്ടെന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ മാറ്റി കേട്ടോ. പിന്നെ അവനിന്ന് മാത്സിൻ്റെ എക്സാമാണ്. പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചത്തേക്കുള്ളതൊക്കെ നോക്കിയിട്ട് അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ വെക്കണത്. പിന്നെ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിലേക്കുള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ചക്ക കിട്ടിയിട്ടുണ്ട്. അതിൽ 4 ചക്കക്കുരും കൂടെ ഞാൻ സാമ്പാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കായപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ സാമ്പാർ പുളി ഒഴിച്ചു കേട്ടോ, തക്കാളി ഇട്ടു. അങ്ങനെ കുക്കറിൽ തന്നെ വേവിക്കുകയാണ്. പിന്നെ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ച സാമ്പാറിലേക്ക് അരപ്പ് കൂട്ടി കേട്ടോ. പിന്നെ ഉപ്പേരി ആണ് നമ്മളിവിടെ പറയാറ്. ചില ഭാഗത്ത് തോരൻ, മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയില്ല. നമ്മളിവിടെ മെഴുക്ക് വരട്ടി ആണെങ്കിലും തോരനാണെങ്കിലും ഒക്കെ ഒരു ഉപ്പേരി മാത്രമേ കേട്ടോ പറയാറ്. പിന്നെ സാമ്പാർ വെന്തു, അതിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും സാമ്പാർ പൊടിയൊക്കെ ഇട്ട് വറവിട്ടിട്ടോ. പിന്നെ സാമ്പാർ വറവിട്ടതിന് ശേഷം ഉപ്പേരിലേക്ക് അരപ്പ് ചേർത്തിട്ട് കൈയോടെ തന്നെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് സാമ്പാറും ഉപ്പേരിയൊക്കെ പാത്രത്തിലേക്ക് ഒഴിച്ച് പിന്നെ പാത്രങ്ങൾ കുറച്ച് കഴുകാനുള്ളത് മാറ്റി വെച്ചിട്ടോ. ആ ഒരു സമയം കൊണ്ട് എൻ്റെ ചോറും വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ വേഗം ചോറ് ഞാൻ ഊറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ വേഗം കഴുകിയിട്ട് അടുക്കളയൊക്കെ നീറ്റാക്കി കേട്ടോ. പിന്നെ ഇനി മക്കൾ 2 പേരെയും കുളിപ്പിക്കണം. ഒരു 10 മണിയായപ്പോഴത്തേക്ക് എൻ്റെ അടുക്കളയിൽ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് അമ്പാട്ടിയും സറ്റും ഞാൻ വേഗം കുളിപ്പിച്ചു. അപ്പോൾ അവരെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ അമ്പാട്ടിയും തൊഴിലിട്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്. പിന്നെ ഇന്ന് കുഞ്ഞു വീഡിയോത്തിൽ അടുത്തിട്ട് വീണ്ടും കാണാം. ബൈ.